എൻ്റെ പേര് അനൂപ്, വീട് കൊടുങ്ങല്ലൂരാണ്. അവൻ ജനിച്ചപ്പോൾ തുടങ്ങി ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നില്ല. ഒരു 3 വയസ്സ് തുടങ്ങിയപ്പോഴാണ് അവനിങ്ങനെ പല്ലൊക്കെ വന്നതോടുകൂടി നമുക്ക് വായ തുറക്കാനായിട്ട് ശരിക്കും പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയി. ഞങ്ങൾക്കിതുവരെയായിട്ടും ഇപ്പോൾ അവനിപ്പോൾ 8ാമത്തെ വയസ്സായി. 7 വയസ്സ് വരെ ഞങ്ങൾക്ക് തോന്നുന്നു കുറച്ച് ജസ്റ്റ് തിരക്കുണ്ടായുള്ളൂ. അതിൽ കൂടെ തന്നെ ഭക്ഷണം കഴിച്ച് സ്കൂളിലൊക്കെ പോയിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു സർജറിയൊക്കെ ചെയ്തിരുന്നെങ്കിൽ പോലും അത് സക്സസ് ആയില്ല. അങ്ങനെയാണ് ഞാൻ ഈ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ നമ്മുടെ ജിതിൻ സാറിനെ കാണുന്നത്. ആൾ മാത്രമേ എന്നോട് ധൈര്യമായിട്ട് പറഞ്ഞുള്ളൂ എനിക്കത് ചെയ്യാൻ പറ്റും, ഞാൻ ഗ്യാരണ്ടി എന്നും പറഞ്ഞിട്ട്. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഏകദേശം കേരളത്തിലെ ഒട്ടുമിക്ക ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ടുണ്ട്. അവരാരും ഗ്യാരണ്ടി തന്നിരുന്നില്ല, പറഞ്ഞിരുന്നില്ല. അവരിങ്ങനെ നമുക്ക് പേടിപ്പിക്കണ പോലെയുള്ളൊരു അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഇതുവരെ ഇതിക്ക് മുമ്പ് ഇതേപോലത്തെ ഒരു സർജറി ചെയ്തിട്ടില്ല. ഇവിടം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അവന് എല്ലാ ഭക്ഷണങ്ങളും ഇതൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ചെറിയ ഭക്ഷണങ്ങളൊക്കെ, ചോറൊക്കെ നല്ലോണം ചാലിച്ചൊക്കെ കൊടുത്തിട്ടാണ് കഴിച്ചിരുന്നതൊക്കെ. ഇപ്പം നല്ലോണം വായൊക്കെ തുറന്ന് കണ്ട പൊട്ടും. ബിരിയാണി കഴിക്കുന്നുണ്ട്, പിന്നെ ചിക്കൻ കഴിക്കുന്നുണ്ട്, ചോറ് കഴിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാവരും കഴിക്കുന്നുണ്ട്. ഹാപ്പിയാണ്. ആദിഷ് എന്ന് പറയുന്ന കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഒരു കുട്ടിയുടെ വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥ അഥവാ TMJ ആങ്കലോസിസ് എന്ന ഒരു അസുഖത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏകദേശം നമ്മൾ 3 സർജന്മാരാണ് ഉള്ളത്. ഡോക്ടർ ഉമ്മർ, പിന്നെ ഞാനും, പിന്നെ ഡോക്ടർ ജിതിനും. ഈ ഒരു സർജറി വളരെ അപൂർവമായി മാത്രം നടക്കുന്ന ഒരു സർജറിയും പലരും ഇതിനെക്കുറിച്ച് അവെയറും അല്ലാത്തതുകൊണ്ടാണ് ജനങ്ങളെ മുൻപിൽ ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇതൊന്ന് ബോധവൽക്കരിക്കുക അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക എന്നൊരവസ്ഥയിൽ. അതായത് ഈ അസുഖം ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ശാസ്ത്രീയമായി ചികിത്സിക്കുന്നത് മാക്സിലോഫേഷ്യൽ സർജൻസ് തന്നെയാണ്. അവർക്ക് അതേപോലെ തന്നെ നല്ല ഫെസിലിറ്റിയുള്ള ആശുപത്രിയിൽ മാത്രമേ ഇത് നടത്താൻ കഴിയുകയുള്ളൂ. ഈ ചികിത്സയുടെ വളരെ പ്രധാന ഘടകം കഴിവുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള അനസ്തീസിയ വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർമാരുണ്ടാവുക എന്നതാണ്. ഈ സർജറിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 3 ഡിപ്പാർട്ട്മെൻറ്റാണ് ഉണ്ടായിരുന്നത്. ഈ കുട്ടിയെ മയക്കം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളെ സഹായിക്കാനായി ഡോക്ടർ സൈനുൽ ആബിദ് ഫ്രം ENT ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സൈനുൽ ആബിദും, അതേപോലെ അനസ്തീസിയ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഡോക്ടർ ടാനിയും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഏകദേശം 4-5 മണിക്കൂർ നീണ്ടു നിന്ന വളരെ സങ്കീർണമായ ഒരു സർജറിയിലൂടെയാണ് ആ കുട്ടിയെ ജീവിതത്തിലെ മുഖ്യധാരയിലേക്ക്, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം വായ തുറന്ന് തൻ്റെ കുഞ്ഞ് കഴിക്കുകയില്ല എന്ന് പറയുന്നുണ്ടാവുന്ന ആ ഒരു മനപ്രയാസത്തിൽ നിന്നും അവരെ സന്തോഷത്തിലേക്ക് ഞങ്ങൾക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റി എന്നൊരു ചാരിതാർത്ഥ്യവും ഞങ്ങൾക്കുണ്ട്. ഈ സർജറിയുടെ കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ കൊളീഗും ഈ സർജറിയിലെ മുഖ്യ സർജനുമായ ഡോക്ടർ ജിതിൻ, ഇദ്ദേഹം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നും ബിരുദാനന്ത ബിരുദം കരസ്ഥമാക്കുകയും അവിടുത്തെ ട്രെയിനിങ്ങിന് ശേഷമാണ് നമ്മളുടെ ആശുപത്രിയിൽ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ഇദ്ദേഹമാണ് ഈ സർജറി വളരെ വിദഗ്ധമായി തന്നെ, വളരെ ശാസ്ത്രീയമായി തന്നെ, ഒരു പ്രയാസവും ഇല്ലാതെ, ഒരു സങ്കീർണങ്ങളും ഇല്ലാതെ തന്നെ അത് പൂർത്തീകരിക്കാനും അതിനുശേഷമുള്ള ഫോളോ അപ്പും കൃത്യമായി ഇതൊക്കെ ചെയ്തത് അദ്ദേഹമാണ്. ആ സർജറിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അദ്ദേഹം നിങ്ങളോട് പങ്കുവെക്കുന്നതാണ്. ആദിഷ് എന്ന് പറഞ്ഞ മോനുണ്ടായിരുന്ന പ്രശ്നം സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ TMJ ആങ്കലോസിസ് എന്നതാണ്. TMJ ആങ്കലോസിസ് എന്ന് വെച്ചാൽ നമ്മുടെ കീഴ്ത്താടിയല്ല് മേലെയുള്ള എല്ലുമായി യോജിച്ച് വായ തുറക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതാണ്. ആ ഒരു വളരെ അപൂർവമായ ഒരു കണ്ടീഷനാണ്. വളരെ കുറച്ച് കേസസ് മാത്രമേ നമ്മുടെ കേരളത്തിലും മറ്റുമൊക്കെ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു കണ്ടീഷനായിട്ടാണ് ആദിഷിൻ്റെ പാരൻസ് നമ്മളെ കാണാനെത്തുന്നത്. പല ആശുപത്രികളിലും പോയി എങ്കിലും എങ്ങനെ ഇതിൽ നിന്ന് മുന്നോട്ട് എത്തണം എന്നുള്ള ഒരു ധാരണ അവർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വായ തുറന്നു കൊടുക്കാനുള്ള സർജറിയും അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ഈ സർജറിയിലേക്ക് എത്തുന്നത്. TMJ ആങ്കലോസിസ് എന്ന് പറഞ്ഞാൽ താടിയെല്ലും തലയോട്ടിയുമായി ബന്ധിപ്പിക്കുന്ന ആ ജോയിന്റ് എല്ലുകൊണ്ട് ഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതായത് എല്ലുകൊണ്ട് യോജിച്ചിരിക്കുകയാണ്. അപ്പോൾ വായ ഒട്ടും തുറക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. വളരെ ചെറിയ കുട്ടികളിൽ ഉണ്ടാവുന്ന ചെവിയുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷനുകളും അതേപോലെ
എന്തെങ്കിലും വീഴ്ചയോ താടിയലിനുണ്ടാവുന്ന അപകടങ്ങളോ ഒക്കെയാണ് ഇതിന് കാരണമായി വരുന്നത്. പക്ഷെ ചെറിയൊരു പ്രായത്തിൽ തന്നെ ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഈ കേസിലും ഒരു ബുദ്ധിമുട്ടായി വന്നിട്ടുള്ളത്. ആദിഷിന്റെ കേസിൽ ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത് വളരെ ചെറിയൊരു പ്രായത്തിലാണ്. അതായത് ഒരു 6 മാസത്തോളം പ്രായം വരുമ്പോൾ അവനുണ്ടായ ഒരു ഇയർ ഇൻഫെക്ഷൻ ആണ് ഇതിന് കാരണമായി വന്നിട്ടുള്ളത്. പക്ഷെ ഇത് തത്ഫലമായി വായ തുറക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് ഒരു 3 വയസ്സ് പ്രായത്തിലാണ്. ആ പ്രായത്തിൽ നിന്ന് ഇപ്പൊ അവനുള്ള 7 വയസ്സ് വരെ വായ ഒട്ടും തുറക്കാൻ പറ്റാതെയാണ് അവൻ മുന്നോട്ട് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ നന്നായി ഭക്ഷണം കഴിക്കാനും അതിനനുസരിച്ചുള്ള പോഷകാഹാരങ്ങൾ കിട്ടാനും ഒക്കെ അവന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതേപോലെ സ്കൂളിലും മറ്റും ഉണ്ടാക്കുന്ന പരിഹാസങ്ങളും കാര്യങ്ങളൊക്കെ അവനെ വേദനിപ്പിച്ചു. അപ്പൊ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അവർ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ സമയോചിതമായി തന്നെ അതിൽ ഇടപെടുകയും മെഡിക്കൽ സൂപ്രണ്ട് ASRും ബാക്കി ഹോസ്പിറ്റൽ മാനേജ്മെന്റും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് ഒട്ടും പ്രശ്നങ്ങളില്ലാതെ തന്നെ നമുക്ക് സർജറിയായി മുന്നോട്ട് പോകാൻ പറ്റി. അനസ്തീഷ്യ വിഭാഗത്തിലെ ഡോക്ടർ ടാനിയ, അതുപോലെ ENT വിഭാഗത്തിലെ ഡോക്ടർ സൈനുൽ ആബിദ് എന്നിവരുടെ എക്സ്പെർട്ടീസും നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് സർജറി കഴിഞ്ഞിട്ടുള്ള ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അതായത് വായ തുറക്കാനുള്ള എക്സസൈസുകൾ നന്നായി ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ ഇങ്ങനത്തെ കേസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ആദിഷിന്റെ കേസിൽ അവരുടെ പാരൻസിന്റെ ആ ഒരു ഡെഡിക്കേഷൻ നമുക്ക് ആ പോസ്റ്റ് സർജറി പീരീഡിലാണ് തീർത്തും മനസ്സിലായത്. അവർ ഓരോ ദിവസവും അത്രയും കഷ്ടപ്പെട്ട് തന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി വായ തുറക്കാനുള്ള എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിച്ചു. അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സർജറിക്ക് ശേഷവും ഉണ്ടാവുന്ന കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേനെ. പക്ഷെ പാരൻസ് അത് കറക്റ്റായിട്ട് തന്നെ എക്സസൈസും മറ്റും ചെയ്യിപ്പിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് അവൻ എന്ത് വേണമെങ്കിലും കഴിക്കാം. എത്ര കട്ടിയുള്ളതോ എത്ര വലുതോ ആയ ആഹാരം അവന് അനായാസം കഴിക്കാൻ സാധിക്കുന്നു.